LPG ഗാർഹിക സിലിണ്ടർ ഉപയോക്താക്കൾക്ക് KYC പൂർത്തിയാക്കാൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി. നാളെയാണ് അവസാന ദിവസം. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ KYC പൂർത്തിയാക്കാം. അടുക്കള ബജറ്റ് താളം തെറ്റാതിരിക്കാൻ ഗ്യാസ് സബ്സിഡി വളരെ അത്യാവശ്യമാണ്. KYC നടപടികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ സബ്സിഡി ആനുകൂല്യം നഷ്ടപ്പെടും. പിന്നീട് ഉയർന്ന വാണിജ്യ നിരക്കിൽ സിലിണ്ടർ വാങ്ങേണ്ടി വരും. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ പൂർത്തിയാക്കാവുന്ന ഒരു നടപടിയാണിത്. LPG പാചകവാതക ഉപഭോക്താക്കൾ ആധാർ അടിസ്ഥാനമാക്കിയുള്ള KYC നിർബന്ധമായും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഓയിൽ ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇതിനായി ഉപയോക്താക്കൾക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ബയോമെട്രിക് അപ്ഡേഷൻ നൽകിയില്ലെങ്കിൽ ഗാർഹിക സിലിണ്ടർ ആനുകൂല്യം ലഭിക്കില്ല എന്ന സന്ദേശമാണ് അയക്കുന്നത്. ഇത് സംബന്ധിച്ച് ഗ്യാസ് ഏജൻസികൾക്കും നിർദ്ദേശം നൽകി. 2024 ആരംഭിച്ച KYC അപ്ഡേഷൻ കർശനമാക്കിയത് പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള സിലിണ്ടർ ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ്. ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഉടമകൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കാനാണ് അപ്ഡേഷൻ. വിതരണ ഏജൻസികൾ മുഖേനയും കമ്പനികളുടെ ആപ്പ് വഴിയും ഓൺലൈനായും അപ്ഡേഷൻ നടത്താവുന്നതാണ്. സിലിണ്ടർ വിതരണത്തിനായി ഏജൻസി ജീവനക്കാർ വീട്ടിലെത്തുമ്പോഴും അപ്ഡേഷൻ നടത്താനുള്ള വഴിയുണ്ട്. ഓൺലൈൻ അപ്ഡേഷനായി കമ്പനി ആപ്പും ചിത്രമെടുക്കാനായി ആധാർ ഫേസ് RD ആപ്പും ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം. ഇന്ത്യൻ, ഭാരത് ഗ്യാസ്, HP എന്നീ 3 കമ്പനികളുടെ ഉപഭോക്താക്കൾക്കും നിയമം ബാധകമാണ്. ഇന്ന് അവധി ദിനമായതിനാൽ ഓൺലൈനായി അപ്ഡേഷൻ നടത്തുന്നതാണ് നല്ലത്. ഗ്യാസ് കണക്ഷൻ ഏതാണോ അതനുസരിച്ചുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യണം. KYC നടപടിക്കായി മുഖം സ്കാൻ ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ആധാർ ഫേസ് RD എന്ന ആപ്പും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഇത് ഫോണിൽ ഓപ്പൺ ആകില്ല, ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്പാണ്. തുടർന്ന് ഗ്യാസ് ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ആപ്പിൽ ലോഗിൻ ചെയ്യുക. മൊബൈലിൽ വരുന്ന OTP നൽകി വെരിഫൈ ചെയ്ത ശേഷം 16 അക്ക LPG ID നൽകി ഗ്യാസ് അക്കൗണ്ട് ആപ്പുമായി ലിങ്ക് ചെയ്യണം. അതിൽ KYC ഓപ്ഷൻ കാണാവുന്നതാണ്. ആധാർ വിവരങ്ങളും ഗ്യാസ് കണക്ഷനും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. മരിച്ചവരുടെയും വിദേശത്തുള്ളവരുടെയും പേരുള്ള കണക്ഷനുകൾ ഒഴിവാക്കി കൃത്യമായ പട്ടിക തയ്യാറാക്കുകയാണ് KYCയിലൂടെ ലക്ഷ്യമിടുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.